ഹായ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങളുടെ ലൈവിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ജോലി എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ IT മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാനൊരു IT എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് കാഴ്ച വൈകല്യം ഉള്ള ഒരാൾ എങ്ങനെയാണ് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. അപ്പം നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ലൈവിൽ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ലൈവിൽ നമ്മളിത് പറയുന്നതിന് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു പ്രശ്നം വരുന്നതുകൊണ്ടും നമ്മളൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കാഴ്ച വൈകല്യമുള്ള ഞാൻ എങ്ങനെയാണ് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ IT എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എനിക്കൊരു ഡിഗ്രി ഇല്ലാത്തത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സയൻസ് സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് എനിക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെയധികം താല്പര്യമുള്ള വിഷയമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഈ മേഖലയിൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമങ്ങൾ നടത്തി. അതായത് 1999 ഞാൻ SLC കഴിയുന്നത്. അപ്പം ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി ഒരു സയൻസ് സബ്ജക്റ്റിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു കാരണവശാലും നമ്മൾക്ക്, അതായത് കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് സയൻസ് സബ്ജക്റ്റുകളിൽ അഡ്മിഷൻ കൊടുക്കില്ല എന്നുള്ള ഒരു വാശിയിലായിരുന്നു നമ്മളുടെ ഇവിടുത്തെ എല്ലാ കോളേജുകളും. ഗവൺമെന്റ് കോളേജുകളിൽ പോയാലും നമ്മളുടെ മാനേജ്മെന്റ് കോളേജുകളിൽ പോയാലും ഇത് തന്നെയായിരുന്നു നമ്മളുടെ അവസ്ഥ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസ്ക്രിമിനേഷനാണ്. ഇങ്ങനെ ഒരു നിയമം എങ്ങും നിലവിലില്ല. അതായത് കാഴ്ച വൈകല്യമുള്ള ഒരാളിന് സയൻസ് സബ്ജക്റ്റിൽ അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ രാജ്യത്ത് എവിടെയും നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം ചോദ്യം ചെയ്യപ്പെടുന്നത് 2014 2014 IIT അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് 2 കാഴ്ച വൈകല്യമുള്ള കുട്ടികൾ ശ്രമിച്ചപ്പോഴത്തേക്കിന് അവർക്ക് ഈ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്ന സമയത്ത് ഇത് സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം എത്തുകയുണ്ടായി. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് എത്തിയ സമയത്താണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നൊരു വിധി അന്ന് വരുന്നത്. ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അക്കാഡമിക് ആയിട്ടോ അതും അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലോ നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത് ആളുകളുടെ മനോഭാവത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് അന്ന് കോടതി പറയുകയുണ്ടായി. അതുവരെ കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത് വിദൂര സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ അതിനുശേഷവും നമ്മുടെ കേരളത്തിൽ ഈ ഡിസ്ക്രിമിനേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യാനോ അത് കംപ്ലീറ്റ് ചെയ്യാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തായി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജോലി എന്താണെന്നുള്ളതാണ്. ഞാൻ ആക്സസിബിലിറ്റി ടെസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് HCL ടെക്നോളജീസിലാണ്. HCL ടെക്നോളജീസിൽ എയർ കാനഡ പ്രോജക്റ്റിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറുകളും വെബ്സൈറ്റുകളും ഒക്കെ നമ്മളുടെ കാഴ്ച വൈകല്യമുള്ള ആളുകൾക്കും മറ്റു വൈകല്യമുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ സൗകര്യപ്രദമായിട്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് വെബ് കണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻ എന്ന് പറയും, WCAG എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള WCAG സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് WCAG 2.2 ആണ്. ഞാൻ WCAG 2.2 ബേസ് ചെയ്തുകൊണ്ടാണ് ആക്സസിബിലിറ്റി ടെസ്റ്റിങ് സാധാരണ ചെയ്യുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് ഒരു സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റുകൾ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് WCAG എന്ന് പറയുന്നത് വെബ് കണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻ എന്നാണ്. വെബ്സൈറ്റുകളെ പറ്റിയിട്ടും വെബ് ആപ്ലിക്കേഷനുകളെ പറ്റിയിട്ടുമാണ് കൂടുതലും ഇത് പ്രതിപാദിക്കുക. അപ്പം ഇത് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനിൽ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗൈഡ് ലൈനും നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ആ ഗൈഡ് ലൈനിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ വെബ്സൈറ്റുകളിൽ കറക്റ്റായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് അത് ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കോഡ് എക്സാമ്പിൾ സഹിതം നമ്മളുടെ ഡെവലപ്പേഴ്സിന് നമ്മൾ ഒരു ഡിഫക്റ്റ് ലോഗ് ചെയ്ത് കൊടുക്കും. അത് അനുസരിച്ചിട്ടാണ് അവർ പിന്നെ ഇത് കറക്റ്റ് ചെയ്യുന്നത്.
ഈ ആക്സസബിലിറ്റിയുടെ റിക്വയർമെന്റ്, അതായത് ആവശ്യകത എന്ന് പറയുന്നത് എല്ലാ വികസിത രാജ്യങ്ങളിലും ഈ ആക്സസബിലിറ്റി എന്ന് പറയുന്നത് റിക്വയർമെന്റ് ആണ്. നിയമം മൂലം അവിടെ നിർബന്ധിതമാക്കിയിരിക്കുന്ന ഒരു ആവശ്യകതയാണ് ആക്സസബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പിന്നെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവസരം നൽകുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികസിത രാജ്യങ്ങളിലെ ഒക്കെ നിയമം അനുശാസിക്കുന്നത്. നമ്മുടെ രാജ്യത്തൊക്കെ അതൊരു സ്വപ്നം മാത്രമാണ്, ഒരിക്കലും അത് ഇംപ്ലിമെന്റ് ആകും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ എല്ലാ വികസിത രാജ്യങ്ങളിലും ഈക്വൽ ആക്സസ്, അതായത് വികലാംഗരായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും എല്ലാം ഈക്വൽ ആക്സസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ പോലെയല്ല, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈക്വൽ ആക്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വൈകല്യമുള്ള ആളുകൾക്കും സാധാരണ ആളുകളെ പോലെ എല്ലാ ഫീച്ചേഴ്സും, ജീവിതത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും പിന്നെ എന്താ പറയുന്നത് ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ആ രാജ്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വികലാംഗർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസുകളും പിന്നെ എന്താ പറയുന്നത് വെബ് കണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻ എന്ന് പറയുന്ന പ്രത്യേക സ്റ്റാൻഡേർഡും പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ നിയമങ്ങളെല്ലാം പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും എല്ലാം അവിടെ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഈ സ്ക്രീൻ റീഡർ എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെ വികസിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്ക്രീൻ റീഡർ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് കാഴ്ച വൈകല്യമുള്ള ആളുകൾ കമ്പ്യൂട്ടറുമായിട്ട് സാധാരണ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്ക്രീൻ റീഡറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ എവിടെ ആണോ നമ്മുടെ കഴ്സർ കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് അത് വളരെ ഇതായിട്ട്, അതായത് വളരെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ മോണിറ്ററിൽ നോക്കി വർക്ക് ചെയ്യും. കാഴ്ചവൈകല്യമുള്ള ആളുകൾക്ക് ഒരു ഹെഡ്ഫോണോ ഒരു സ്പീക്കറോ മതി വർക്ക് ചെയ്യാനായിട്ട്. മോണിറ്റർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ സ്ക്രീനിൽ ഫോക്കസ് ചെയ്യുന്നത് അത് ആ ഭാഗം അത് കൃത്യമായിട്ട് നമുക്ക് അനൗൺസ് ചെയ്ത് തരും. അപ്പോൾ നമുക്കൊരു ഡോക്യുമെന്റ് വായിക്കണം എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് തുറന്നതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് റീഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സ്ക്രീൻ റീഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ടിന്യൂസ് റീഡിങ്ങിന്റെ കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അത് വായിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ എവിടെയാണോ നിർത്തേണ്ടത് ആ സമയത്ത് നമ്മൾ കൺട്രോൾ കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിർത്താൻ പറ്റും. പിന്നെ നമുക്ക് വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്ക്രീൻ റീഡറുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഒക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നാവിഗേറ്റ് ചെയ്യാനുള്ള എല്ലാ കമാൻഡുകളും നമുക്ക് കൃത്യമായിട്ട് ഈ സ്ക്രീൻ റീഡറുകൾ നൽകുന്നുണ്ട്. ഹെഡിങ് ബൈ ഹെഡിങ് നമ്മൾ ജമ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ബട്ടൺ ബൈ ബട്ടൺ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നെക്സ്റ്റ് എഡിറ്റ് ബോക്സിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന കീബോർഡ് കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് എഡിറ്റ് ബോക്സിലേക്ക് ജമ്പ് ചെയ്യും. ഇനി ഞാൻ പറയുന്നത് എനിക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പം അത് പറയുന്നതിന് മുമ്പ് 2004 ഞാനൊരു പരസ്യം കാണുകയുണ്ടായി. അതായത് കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് NAB, അതായത് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. അപ്പം അതിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ പരസ്യത്തിന്റെ ഉള്ളടക്കം. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ പല കോളേജുകളിലും ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഞാൻ കയറി ഇറങ്ങി നടന്നിട്ടുള്ളതാണ്. എനിക്ക് ഒരിടത്തൊന്നും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്കും വളരെ എക്സൈറ്റഡ് ആയി. അങ്ങനെ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് ഒരു 6 മാസം തൊട്ട് എനിക്കൊന്ന് 1 വർഷം വരെ ആയ സമയത്താണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇത് NIIT അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു. പക്ഷേ ആ സമയത്ത് NIIT പറയുകയുണ്ടായി, അതായത് കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരവസ്ഥയും കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ശരിക്കും NABയുടെ ഓർഗനൈസേഴ്സുമായിട്ട് ശരിക്കും ഒന്ന് തട്ടിക്കയറുകയുണ്ടായി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു അഫിലിയേഷൻ കിട്ടാത്ത ഒരു കോഴ്സിനാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പം ഞങ്ങളുടെ സമയം വേസ്റ്റ് ആക്കിയതിനും ഞങ്ങളുടെ പൈസ വേസ്റ്റ് ആക്കിയതിനും വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ അവരോട് ഒന്ന് തട്ടിക്കയറുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്യാനാണ്, വിധി എങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല. നമുക്ക് ആ കോഴ്സിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോലി കിട്ടുന്ന ഒരു സ്കോപ്പിലേക്കൊന്നും പോയില്ല കാര്യങ്ങൾ. അതായത് എല്ലാ നിയമങ്ങളും നമുക്കുണ്ട് ഇവിടെ. 1995 ഡിസബിലിറ്റി ആക്ട്, 2016 ഡിസബിലിറ്റി ആക്ട് ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ടായിരുന്നത് 1995 ഡിസബിലിറ്റി ആക്ട് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ആക്ടിന്റെ ബേസിൽ ഒരിക്കലും ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഇത് ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാ സ്ഥാപനങ്ങളിലും നിർബാധം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മുടക്കിയ പൈസ നഷ്ടപ്പെട്ടു. നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ് ഡിസൈനിങ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ആ വെബ് ഡിസൈൻ കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തു, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നമ്മളെ അംഗീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. അതായത് ഒരു കാഴ്ചവൈകല്യമുള്ള ആളിനെ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അവൻ നമ്മളുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് സാലറിയിൽ ഇമ്പ്രൂവ്മെന്റോ പിന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സാലറി ഒന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ അവിടുന്ന് പെട്ടെന്ന് റിസൈൻ ചെയ്തിട്ട് പോരുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ അസംബ്ലിങ് സെയിൽസ് റിപ്പയർ എന്ന് പറഞ്ഞത് എന്താ പറയുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങുകയുണ്ടായി. അതായത് ചിറ്റാറിലായിരുന്നു, പത്തനംതിട്ട ചിറ്റാറിലായിരുന്നു. അത് കുറച്ച് നാളിങ്ങനെ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ ഡിവൈസസ് ആ സമയത്താണ് എമേർജ് ചെയ്യുന്നത്. ഈ ഗൂഗിൾ ഡിവൈസസ് വന്നതിന് ശേഷം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് സെയിൽസ് ചെയ്യുന്നതിനകത്ത് ഒരു സ്കോപ്പ് ഇല്ലാതെയായി. അപ്പം ആ പണി നമുക്ക് അവിടെ വെച്ച് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് ഒരു ഓർഡർ പോലും വരാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എല്ലാവർക്കും മൊബൈൽ ഡിവൈസസ് മതി. കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് വരെ ആളുകൾ മേടിക്കുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ആ സംരംഭം അടച്ചുപൂട്ടി. അതിനുശേഷം പിന്നെ ഞാൻ ജോലി തപ്പി ഹൈദരാബാദിൽ ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. ഹൈദരാബാദിൽ എത്തിച്ചേരുന്ന സമയത്ത് അവിടെ ഡയലോഗ് ഇൻ ദി ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്, ഒരു കാഴ്ചവൈകല്യമുള്ള ആളുകളുടെ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാം. അവിടെ കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തത്. അതായത് ഇരുട്ടിലാണ് കേട്ടോ. അതായത് നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതെല്ലാം ഇരുട്ടിലാണ്. അപ്പം നമ്മൾ ആളുകളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ എന്താ പറയുന്നത്, കാഴ്ചവൈകല്യമുള്ള ആളുകളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അവരെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും കാഴ്ചവൈകല്യമുള്ള ആളുകളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗവും നമ്മൾക്ക് ആരെയും എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റില്ല. എങ്കിലും ഇരുട്ടില് പിന്നെ എന്താ പറയുന്നത്, ഇത് സെർവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു യുണീക്ക് കൺസെപ്റ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ ഒരു വർഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് കൃത്യമായിട്ട് സാലറി ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം റിസൈൻ ചെയ്ത് നേരെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്നത്. ബാംഗ്ലൂരിൽ വന്നപ്പോഴത്തേക്കിന് അവിടെ ഒരു ഡീൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ എനിക്കൊരു ഇന്റേൺ ആയിട്ട്, അതായത് ഒരു 1 ഇയർ ഇന്റേൺഷിപ്പിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്തു. ഒരു വർഷം കൊണ്ട് എന്താ പറയുന്നത്, ജോബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. അങ്ങനെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിയുന്ന സമയത്താണ് എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, അതായത് ഈ വികലാംഗരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. അപ്പൊ അവര് HCL ടെക്നോളജീസിൽ ഇതുപോലെ ആക്സസിബിലിറ്റി ടെസ്റ്റിങ്ങിന് കുറച്ച് പോസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നത്. പിന്നെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അവരായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ അവര് ആ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. അപ്പൊ എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പൊ സെലക്ഷൻ കിട്ടിയ സമയത്ത് പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്കവിടെ ജോലി കിട്ടും എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഡിഗ്രി ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് എനിക്ക് ഇത് കിട്ടില്ല, ജോലി കിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. അന്നേരത്തേക്കിന് ഞാൻ പിന്നെ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ എനിക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം, അതായത് നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്ത് നോക്കുക, എനിക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം എന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. കഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെ, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ പിന്നെ എനിക്ക് ആക്സസിബിലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് അറിയാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, അതായത് മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതെല്ലാം ഞാൻ അവരോട് പറയുന്നുണ്ട്. അപ്പം അവർക്കത് വലിയ വിശ്വാസമൊന്നും ആയില്ല. എങ്കിൽ പോലും അവർ പറഞ്ഞു, ഞങ്ങളൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവര് എന്താ പറയുന്നത്, നമുക്കൊരു എക്സംഷൻ ഇതിനകത്ത് തരാം എന്നുള്ളൊരു രീതിയിലേക്ക് അവരെത്തുന്നുണ്ട്.
അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ 2 ദിവസം നിങ്ങൾക്കൊരു ഇവാലുവേഷൻ ടെസ്റ്റ് ഉണ്ടാവും, അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മളുടെ ഈ പിന്നെ ആക്സസിബിലിറ്റി ടെസ്റ്റിംഗ് പോസ്റ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്തുള്ളൂ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ എന്ന് അവർ പറയുണ്ടായി. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രി ഇല്ല എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ടാണ്. അല്ലാത്ത ആളുകൾക്കൊന്നും ഈ ഇവാലുവേഷൻ ടെസ്റ്റ് ഒന്നും ഇല്ല, അവർക്ക് ഡിഗ്രി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഇവാലുവേഷൻ ടെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവർ എന്നെ 2 ദിവസം പ്രത്യേകമായിട്ട് വിളിച്ചിരുത്തിയിട്ട് ഇവാലുവേഷൻ ടെസ്റ്റ് ഒക്കെ നടത്തിയതിന് ശേഷം എനിക്ക് ഇത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് എന്നെ ഈ ജോലിയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ HCL ടെക്നോളജീസിലേക്ക് ജോലിക്ക് കയറുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് കാഴ്ച വൈകല്യമുള്ള ആളുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പം കമ്പ്യൂട്ടറിന്റെ ലോഗിൻ സ്ക്രീനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ പാസ്വേഡ് അടിച്ചിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത്. അപ്പം ഞാൻ പാസ്വേഡ് അടിക്കുകയാണ്. Welcome. The password is incorrect. അപ്പോൾ ഞാൻ അടിച്ച പാസ്വേഡ് Windows sign in dialog no chat. The password is incorrect. അപ്പോൾ ഞാൻ Try again. Okay button. അപ്പോൾ ഞാൻ അടിച്ച പാസ്വേഡ് ഇൻകറക്റ്റ് ആണെന്നാണ് അപ്പോൾ അത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും പാസ്വേഡ് അടിച്ചു കൊടുക്കണം. Password edit protect. Welcome. അപ്പോൾ ഇപ്പോൾ പാസ്വേഡ് കറക്റ്റ് ആണ്, അത് ലോഗിൻ ആകുന്നുണ്ട്. Loading NVIDIA, please wait. Desktop link now at 1 of 56. Next created color 3/26/2020 Paint. ആദ്യമായിട്ട് നമുക്ക് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരാം. നമുക്ക് വേറൊരു സിന്തസൈസർ സെലക്ട് ചെയ്യാം, കുറച്ചുകൂടി ഒരു കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സിന്തസൈസർ സെലക്ട് ചെയ്യാം. Select synthesizer IBM TTS. IBM TTS. ഓക്കെ. Desktop list 10 and 2 of 56. Location code 10 and left arrow. C code /users /noted /update /loading /10 and desktop right arrow. Tooltip location code 10 and left arrow. C code /users /noted /update /loading /10 and desktop right arrow. Tooltip. Tab control status tab selected. കമ്പ്യൂട്ടർ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അധികം ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കില്ല. Medium security pane. അപ്പോൾ നിങ്ങൾ ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NVIDIA ഓൾറെഡി ഈ സ്ക്രീൻ കർട്ടൺ ഓൺ ചെയ്തിട്ടുണ്ട്. NVIDIA എന്ന് പറയുന്നത് എൻ്റെ സ്ക്രീൻ റീഡർ ആണ് കേട്ടോ, അത് സ്ക്രീൻ കർട്ടൺ ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ള ആളുകൾക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണത്. അപ്പോൾ ഞാനത് ഇവിടുന്ന് ഓഫ് ചെയ്യുകയാണ്. പ്രിഫറൻസസ് എടുത്തു, സെറ്റിംഗ്സ് എടുത്തു, വിഷൻ സെറ്റിംഗ്സ് എടുത്തു. ഇനി അതിനകത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്യാണ്, അതിന്റെ സ്ക്രീൻ കർട്ടൺ ഞാൻ ഓഫ് ചെയ്യാണ്. ഞാൻ സ്ക്രീൻ കർട്ടൺ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിലാണുള്ളത്. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്, അതായത് ഞാൻ ഒരു എന്താ പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ നോവൽ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ ഇപ്പൊ ഒന്ന് തുറക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പം കമ്പ്യൂട്ടറിന്റെ D ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് K എന്ന് പ്രസ് ചെയ്തു. K എന്ന് പ്രസ് ചെയ്തപ്പോൾ കഥാമലയാളം എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്ക് നമ്മളുടെ ഫോക്കസ് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് തുറക്കുക. They created code 3/26/2023 1 code 24 inside code 2.31 MB files code .txt English translation.txt tooltip. അപ്പൊ സമാന്തര ലോകങ്ങൾ എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. നമ്മൾ പെട്ടെന്ന് തുറന്നപ്പോൾ തന്നെ അധികമായിട്ടുള്ള വെർബോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്ക്രീൻ റീഡർ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കൺട്രോൾ പ്രസ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് കാര്യമായിട്ട് പുള്ളി തുറന്നപ്പോഴത്തേക്കും ഒന്നും പറയാഞ്ഞത്. English translation.txt .txt 3/10.txt 5 type code text documents. അപ്പൊ ഇവിടെ ഇത് മലയാളം സംസാരിക്കില്ല കേട്ടോ, ഈ സിന്തസൈസർ മലയാളം സംസാരിക്കില്ല. അതുകൊണ്ട് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പേരുകളൊന്നും ഇത് വായിക്കത്തില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിന്തസൈസർ ഒന്നൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. Selecting this Microsoft Speech API IPN TTS ESP G. Samantha log handle window patterns view list. Samantha log and .txt file file. അപ്പം നമ്മൾ ഈ സ്പീക്ക് എന്ന് പറയുന്ന സിന്തസൈസർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പീക്കിന് മലയാളവും സംസാരിക്കാൻ പറ്റും, പക്ഷേ മലയാളം സംസാരിക്കുന്ന ഏകദേശം നമ്മുടെ റോബോട്ടൊക്കെ സംസാരിക്കുന്ന പോലെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. Samantha log and .txt file file. Type code text. Samantha log and .txt file file. Type code text document. ഇവിടെ സമാന്തര ലോകങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ ഒരു നോവലുണ്ട്. അത് ഞാൻ എഴുതിയതാണ്. നമ്മൾ പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് എഴുതിയ നോവലാണ്. അപ്പം ഞാൻ ആ നോവൽ തുറന്നിട്ടുണ്ട്. നോട്ട് പാഡിന്റെ വിൻഡോയിലേക്കാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് ഞാൻ മാക്സിമൈസ് ചെയ്തിട്ടുണ്ട്. മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് അപ്പാരോ എന്ന് പറയുന്ന കമാൻഡാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് റീഡിങ്ങിനുള്ള കമാൻഡ് കൊടുക്കാൻ പോകണം. അതായത് നമ്മളുടെ ഇൻസേർട്ട് ഡൗൺ ആരോ എന്നുള്ളതാണ് ഈ പിന്നെ കണ്ടിന്യൂസ് റീഡിംഗ് ഉള്ള കമാൻഡ്. നമ്മുടെ കീബോർഡിൽ 2 ഇൻസെർട്ട് ഉണ്ട്. ഒന്ന് നമ്പർ പാഡിലെ 0, അതായത് നമ്പർ ലോക്ക് ഓഫ് ആയിരിക്കുമ്പോൾ നമ്പർ പാഡിലെ 0 എന്ന് പറയുന്നത് ഇൻസെർട്ട് ഫംഗ്ഷൻ ആണ്. പിന്നെ ഇൻസെർട്ട് ഫംഗ്ഷൻ ഉള്ളത് ഇവിടെയാണ്, അതായത് നമ്മുടെ ഈ ഡിലീറ്റ് കീ ഒക്കെ ഉള്ള ബാങ്കിലാണ് അടുത്ത ഇൻസെർട്ട് ഫംഗ്ഷൻ ഉള്ളത്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ നമ്പർ പാഡിലെ ഇൻസെർട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ടിന്യൂസ് റീഡിംഗ് കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് ഭയങ്കര വേഗത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പീഡ് ഒന്ന് കുറയ്ക്കാം. Rate 70, rate 65, rate 60, rate 55, rate 50, rate 45, rate 40, rate 35, rate 30. അതായത് റേറ്റ് 75ൽ നിന്ന് ഞാൻ കൊണ്ട് 30ലേക്ക് റേറ്റ് താഴ്ത്തിയിട്ടുണ്ട്. അതായത് അതിന്റെ നമ്മുടെ സംസാരത്തിന്റെ വേഗത കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് നമുക്ക് ഒന്ന് വായിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കാണെങ്കിൽ എന്താ പറയുന്നത്, ഫോട്ടോ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും കാഴ്ചവൈകല്യമുള്ള ആളുകൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ Canon Telegram 2 on 56C, Canon Clip C, Car Service C, ChatGPT 28 on 56. ഞാൻ ചാറ്റ് GPT-ലേക്ക് ഒന്ന് പോവുകയാണ്. Untitled dash Google Pro, ChatGPT main landmark, section blank. അപ്പൊ ഞാൻ ചാറ്റ് GPT-ലേക്ക് വന്നിട്ടുണ്ട്. സിന്തസൈസർ മാറ്റുകയാണ് വീണ്ടും. IBM TTS. Left click main landmark section multi-line for message ChatGPT. ചാറ്റ് GPT-ലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചാറ്റ് GPT-യോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരു എന്താ പറയുന്നത് ചിക്കൻ ഗ്രില്ല് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചാറ്റ് GPT-യോട് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. PLEASE space TROVIDE space LE space A space RECIDE space FOR space CHICKEN space TRILL. ChatGPT is generating a response. അങ്ങനെ ഞാൻ അത് ചാറ്റ് GPT-യോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പം മൂപ്പര് ChatGPT is still generating a response. റെസ്പോൺസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ChatGPT said code is a simple and delicious recipe for making a chicken meal code number ingredients code -4 pieces of chicken neck carrot chopsticks style mislike carrot -2 TBSC on one -2 TBSC lemon juice -1 TSC garlic paste neck carrot or 2 minced garlic cloves like carrot -1 TSC ginger paste -1 TSC paprika -1 TSC black pepper powder -1 TSC red chili powder neck carrot optional for extra spice like carrot -1 TSC garlic powder -1 TSC coriander powder -1 TSC turmeric powder -1 TBSC plain oil salt to taste with coriander or parsley for garnish neck carrot optional like carrot number instructions code sauce together marinate sauce and not all mix on oil juice garlic paste. അപ്പം നമ്മുടെ ചാറ്റ് GPT അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വളരെ വേഗത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്കത് കേട്ടാലും മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ റേറ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. Rate 40, rate 20, rate 15.
Land. Left click, memory roll click. You said colon, heading level 5. ChatGPT said, here's a simple and delicious recipe for making a chicken grill colon. Separator, heading level 3 ingredients colon. List with 14 items bullet 4 pieces of chicken left parent. Drumsticks, thighs or breast right parent. Bullet 2 TPSP olive oil. Bullet 2 TPSP lemon juice. Bullet 1 TSP garlic paste left parent. Or 2 mixed garlic cloves right parent. Bullet 1 TSP ginger paste. Bullet 1 TSP paprika. Bullet 1 TSP black pepper powder. Bullet 1 TSP red chili powder left parent. Optional for X. അപ്പൊ നമ്മളുടെ സാധാരണ മലയാളികളുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പല സോഴ്സിൽ കൂടെ ഇത് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ യൂട്യൂബിൽ കൂടെ ഇതൊന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. Toolbar 8 blank selection remove. Google's YOUTU colon sand Y blank JYOUTU E colon space A Y A N space H I C E N space G R I N space R E I P E. Google.com/search Q equals Jaiju %3A plus Malayalam. Navigation main landmark showing result clickable search results head chef special grilled chicken recipe in Malayalam bar heading level 3 link. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കുറച്ച് റെസിപ്പീസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്കിത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് നമുക്ക് തുറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് തുറക്കുന്നില്ല. പക്ഷേ ഇതിന്റെ റിസൾട്ട് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലുള്ള റിസൾട്ടുകളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതൊരു യൂട്യൂബ് കോപ്പിറൈറ്റ് ഇഷ്യൂയിലേക്ക്, വയലേഷൻ ഇഷ്യൂയിലേക്ക് പോകും. അതുകൊണ്ട് ഞാനിത് തുറക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.